അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കേരളതലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റമളാൻ തർബിയത്ത് ക്യാമ്പുകളിൽ തലക്കെട്ടായി നിശ്ചയിച്ചിട്ടുള്ളത് റമളാൻ വിജയമാണ് എന്നാണ് തലക്കെട്ട്. ഞാൻ സത്യത്തിൽ ഈ ഒരു തലക്കെട്ടിന്റെ സിനോപ്സ് ലഭിക്കുന്നതിനേക്കാൾ അപ്പുറം, അല്ലെങ്കിൽ ലഭിച്ചതിന് ശേഷം ഞാൻ അതിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ അധികം ഈ തലക്കെട്ടിനെ കുറിച്ചാണ് ഞാൻ കാര്യമായി ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. റമളാൻ വിജയമാണ് എന്നാണ് നമ്മുടെ നേതാക്കന്മാർ, പ്രസ്ഥാന നേതൃത്വം ഈ തർബിയത്ത് ക്ലാസ്സിന് തലക്കെട്ടായി നിശ്ചയിച്ചിട്ടുള്ളത് എന്നതാണ്. ഞാൻ ആ അർത്ഥത്തിൽ ആലോചനകൾ ധാരാളമായി നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ റമളാൻ ആഗതമാവുക എന്നതുപോലെ തന്നെ ഒരു തലക്കെട്ടാണ് റമളാൻ വിജയമാണ് എന്നതും എന്നൊരു ആശ്വാസത്തിലോ അല്ലെങ്കിൽ ഒരു ആശങ്കയിലോ ആണ് ഞാനുള്ളത്. കാരണം റമളാൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നടപടിക്രമം അനുസരിച്ച് ശഅബാന് ശേഷം റമളാൻ വന്നെത്തുക എന്നുള്ളത് അനിവാര്യമാവുന്ന ഒരു കാര്യമാണ്. ആ റമളാൻ വന്നെത്തുന്നതിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ അതിഥികളായി അതിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. അല്ലെങ്കിൽ ആ റമളാൻ വന്നു പോകുമ്പോൾ അതിൽ കയറിയിരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരും ചിലർക്കെങ്കിലും ഭാഗ്യം ലഭിക്കാതിരിക്കുന്നവരുമാകുന്ന ഒരു സാഹചര്യം നമ്മെ സംഭവമുണ്ട്. അഥവാ റമളാൻ വന്നു പോകും, എന്നാൽ ആ റമളാനിലേക്ക് വന്നെത്തിയവരാരെല്ലാം എന്ന ചോദ്യത്തിൽ വന്നെത്തിയവരിൽ തന്നെ ആരെല്ലാം അതിന്റെ ഫലം നേടിയവരാണ്, അത് യഥാർത്ഥത്തിൽ അത് ഉപയോഗപ്പെടുത്തിയവരാണ്, ആരാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടി അത് കാണേണ്ടത് നമ്മളാണ് എന്നതാണ്. എന്നതുപോലെ റമളാൻ വിജയമാണ് എന്ന തലക്കെട്ട് നമ്മുടെ പ്രസ്ഥാന നേതൃത്വം നമുക്ക് ചർച്ചക്കായി നിശ്ചയിക്കപ്പെടുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് റമളാൻ സത്യത്തിൽ അതൊരു വിജയം തന്നെയാണ്. പക്ഷെ ആ റമളാനിൽ വിജയം വരിക്കുന്നവരായിട്ടുള്ളവരാര് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് നമ്മുടെ പ്രസ്ഥാന നേതൃത്വമല്ല. അത് പറയേണ്ടത് ഈ ക്ലാസ് എടുക്കുന്ന ഞാൻ പോലും പറയേണ്ടത് എന്റെ വിജയത്തെക്കുറിച്ച് മാത്രമായിരിക്കും. മറിച്ച് നാം ഓരോരുത്തരുമാണ് ഈ റമളാൻ എനിക്ക് വിജയകരമായിരുന്നു എന്ന് തീരുമാനിക്കേണ്ടവരായിട്ടുള്ളത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്നാണ് കരുതുന്നത്. കാരണം റമളാൻ വിജയമാണ്. കാരണം അത്രത്തോളം കൃത്യതയോടും വ്യവസ്ഥാപിതമായും ഇത്രമേൽ സംവിധാനത്തോടുകൂടി ലോക മുസ്ലിം സമൂഹം ഒന്നടങ്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുതൽ ഇന്ന് വരെ, ഇനി ലോകാവസാനം വരെയും ഒരു മാസക്കാലം ഇത്ര വ്യവസ്ഥാപിതമായി ലോക മുസ്ലിം ഉമ്മത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോകുന്ന ഒരു പരിശീലനം എന്ന് പറയുന്നത് അതത്ര നിസ്സാരമാകുന്ന ഒരു ദിനരാത്രങ്ങളല്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ താല്പര്യം. ആ അർത്ഥത്തിൽ റമളാൻ എന്തു തന്നെയാണെങ്കിലും അത് വിജയമാണ്. പക്ഷേ ചോദ്യം ഇതാണ്, റമളാൻ വിജയമാകുമ്പോ ആ റമളാൻ കൊണ്ട് വിജയിച്ചവരാണോ ഞാനും നിങ്ങളും എന്ന ചോദ്യമാണ് ഒരുപക്ഷെ പ്രസ്ഥാന നേതൃത്വം നമ്മോട് ഈ ഒരു പഠന ക്ലാസ്സിലൂടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. ആ അർത്ഥം നമ്മൾ ചില ആലോചനകൾക്ക് വിധേയമായാൽ റമളാൻ വിജയമാണെന്ന് പറയുമ്പോൾ റമളാനിനോടൊപ്പം ചേർത്ത് പറയുന്ന ചില വചനങ്ങൾ കൂടെയുണ്ട്. അതിലൊന്ന് തഖ്വയാണ്. ആ തഖ്വയെ കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തിൽ തന്നെ പറയുമ്പോൾ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു പറയുന്ന അവസാനത്തിൽ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറയുന്നുണ്ട്. അഥവാ റമളാനിന്റെ ലക്ഷ്യമായി നിശ്ചയിക്കപ്പെടുന്ന തഖ്വയും ആ തഖ്വ ലഭിക്കുന്നവരാണ് വിജയികൾ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ റമളാൻ വിജയമാണ് എന്നതിന്റെ താല്പര്യമായി വരിക. അങ്ങനെ വരുമ്പോ തീർച്ചയായും നമുക്ക് ചില ആലോചനകൾ നടത്തേണ്ടതായിട്ട് വരും. എന്താണ് റമളാനിലുള്ള വിജയം? റമളാൻ വിജയമാണ് എന്ന് പറയുന്നതിന് താല്പര്യം എന്താണ്? ആ റമളാനിലൂടെ നമ്മൾ വിജയികളായി തീരുന്നതിനുള്ള മാനദണ്ഡം എന്താണ് എന്ന ആലോചന നടത്തേണ്ടതായി വരും. പ്രത്യേകിച്ച് പുതിയ കാലം എന്നൊക്കെ പറയുമ്പോൾ വിജയം, നേട്ടം, സൗഭാഗ്യം എന്ന് പറയുന്നതൊക്കെ കേവലം ഭൗതിക മാനദണ്ഡങ്ങൾ കൊണ്ട് മാത്രം അളക്കപ്പെടുന്നതാണ്. ഇന്നലെ ഞാൻ ഈ തറാവി നമസ്കാരം കഴിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ ഖുതുബ നിർവഹിച്ചു വരുന്ന പ്രദേശത്ത് ഒരു ബാനർ കണ്ടു. ഒരു റോഡ് സൈഡിൽ അഭിനന്ദനത്തിന്റെ ബാനറാണ്. സ്വാഭാവികമായിട്ടും അത്തരം ബാനറുകളൊക്കെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദുശ്ശീലമായി, അല്ലെങ്കിൽ നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ഇത്തരം ബാനറുകളും പോസ്റ്ററുകളൊക്കെ നോക്കാറുണ്ടോ എന്ന് എനിക്ക് അറിയില്ലട്ടോ. നമുക്കത് പണ്ടേ കിട്ടിയ ഒരു ശീലമായതുകൊണ്ടായിരിക്കാം നമ്മൾക്കത് നോക്കുന്നത്. പക്ഷെ ആ ബാനറിൽ അഭിനന്ദനം നൽകപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈയിടെ ഇറങ്ങിയ ഒരു ഫിലിമിൽ മുഖം കാണിക്കാൻ ഭാഗ്യം കിട്ടിയ നാട്ടുകാരന് അഭിനന്ദനങ്ങൾ എന്നുള്ളതാണ്. ആ ഫിലിമിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അതിന്റെ മനസ്സിൽ സത്യം നിൽക്കുന്നുമില്ല. അപ്പോ അങ്ങനെ ഫിലിമിൽ മുഖം കാണിക്കാൻ അവസരം കിട്ടിയതിന്റെ നേട്ടം ആഘോഷിക്കുന്ന ഒരു ലോകത്താണ് നമ്മളൊക്കെ ഉള്ളത്. അതല്ലെങ്കിൽ അണ്ടർ-19, അണ്ടർ-17 ഒക്കെ ഫുട്ബോൾ ടീമിന്റെ ഭാഗമായ അവസരം കിട്ടുന്നവർക്ക് മേൽ ബാനറുകളെല്ലാം തുറക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്.
അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ലോകത്ത് നമ്മുടെ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളുടെയും അല്ലെങ്കിൽ ആനന്ദങ്ങളുടെയും ഭൗതിക ആസ്വാദനങ്ങളുടെയും ഒക്കെ ഒരു വല്ലാത്തൊരു ലോകം. അപ്പൊ വിജയം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ റമദാന്റെ മുമ്പായിരുന്നു വല്ലാത്തൊരു കുടിയിരിക്കൽ നമ്മൾ ആകെക്കൂടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുമാറുള്ളൊരു കുടിയിരിക്കലിന്റെ ആഘോഷത്തിൽ നമ്മളൊക്കെ വെള്ളമിറക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോകളൊക്കെ കണ്ടിട്ട്. അതിലെ ഭക്ഷണ വിഭവങ്ങളെക്കാളപ്പുറം അതിന്റെ ബെഡ്റൂമിലും അതിന്റെ ലൈറ്റും അതിന്റെ സംവിധാനങ്ങളും അതിന്റെ ഹോളും അതിന്റെ ഹെലിപ്പാഡും അതിന്റെ വാഹനങ്ങളൊക്കെ കണ്ടിട്ട് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ഇതാണെന്ന് കരുതി വല്ലാതെ കണ്ണഞ്ചിച്ചു പോയൊരു സമയത്താണ് നമ്മളൊക്കെ റമദാനിലേക്ക് പ്രവേശിക്കുന്നത്. അതേസമയം തന്നെയാണ് റമദാനിന്റെ 1-2 ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരാഴ്ചയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്നടക്കം റമദാൻ മാസത്തിൽ കവർ കൊണ്ട് വിഴുങ്ങിയതുകൊണ്ട് പക്ഷെ മൂപ്പരെ നോമ്പ് കുറിഞ്ഞിക്കണമെന്ന് സംശയമായിരിക്കും. നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ടാവും. പോലീസ് പിടിക്കപ്പെടുമ്പോ ഷാദിൽ എന്ന നാമധാരിയായ ഒരു മനുഷ്യൻ ചെറുപ്പക്കാരൻ തന്റെ കയ്യിലുള്ള NDM കവറോടുകൂടി വിഴുങ്ങുകയാണ്. അപ്പോൾ പ്രതീക്ഷിക്കാം കവറോടുകൂടി വിഴുങ്ങിയാൽ മൂപ്പരെ നോമ്പ് മുറിയെന്നുള്ള ആലോചന നമ്മൾ നടത്തേണ്ടതുള്ളൂ. അങ്ങനെയുള്ളൊരു സമൂഹത്തെയാണ് നമ്മളിവിടെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ റമദാനാണ് വിജയം എന്ന് പറയേണ്ടി വരുന്നത്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ കാണേണ്ടുന്ന വിജയം എന്താണ് എന്ന ഒരു പുനരാലോചന ഈ സന്ദർഭത്തിൽ നടത്താമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോ മഹാനായ ഹാത്തിമുൽ ഹസൻ റഹിമഹുല്ലാഹ് താബഈ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മകൻ മരണപ്പെട്ടപ്പോൾ എന്നെ ആയിരക്കണക്കിന് മനുഷ്യന്മാർ ആശ്വസിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയാ, പക്ഷേ എന്റെ ഒരു വക്ത് നമസ്കാരത്തിന് ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ ഒരാളും തന്നെ വന്നില്ലല്ലോ എന്ന് അദ്ദേഹം ആശങ്ക പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്താ പറയുന്നത്? കാരണം എന്താ വെച്ചാൽ മനുഷ്യരെ സംബന്ധിച്ചോളം ഈ ലോകം എന്ന് പറയുന്നത് അവർക്ക് നാളത്തേക്കാൾ അപ്പുറം പ്രാധാന്യമുള്ളതാണ്. ഈ ലോകത്തെ നേട്ടമാണ്, ഈ ലോകത്തൊരു നഷ്ടമാണ്. അഥവാ എന്റെ കുഞ്ഞ് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു നഷ്ടമാണത്, ശരിയായിരിക്കാം. പക്ഷെ എന്റെ ഒരു വക്ത് ജമാഅത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തേക്കാൾ അപ്പുറം എന്റെ പരലോകത്തിന് അത് നഷ്ടകരമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന അനുയായികൾ എനിക്കില്ലാതെ പോയത് കൊണ്ടാണ് എന്റെ മരണം, എന്റെ കുഞ്ഞിന്റെ മരണത്തിന്റെ പേരിൽ ആശ്വസിപ്പിക്കാൻ വന്നെത്തുന്ന ഒരാൾ പോലും എന്റെ ഒരു വക്ത് നമസ്കാരത്തിന് ജമാഅത്ത് നഷ്ടപ്പെട്ടതിന് എന്നോടൊപ്പം വരാത്തത്, എന്നെ ആശ്വസിപ്പിക്കാൻ വരാത്തത് എന്ന് ഹാത്തിമുൽ ഹസൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അപ്പൊ ഈ അർത്ഥത്തിലൊക്കെയാണ് റമദാൻ വിജയമാണ് എന്ന തലക്കെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നതാണ്. തീർത്തും പലപ്പോഴും നേരത്തെ ഇവിടെ മുഹമ്മദ് പോലെ നമ്മളൊരു പക്ഷേ റമദാനിന്റെ മുന്നൊരുക്കമോ റമദാനിന്റെ ദിനരാത്രങ്ങളോ ഞാനടക്കം റമദാനിന്റെ ആത്മീയമായ വിജയത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ പുതിയ മാക്സ് 7 ഒരു യുഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കണം. അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടല്ലേ ഞാൻ. വളരെ നല്ല സംവിധാനമാണ്. എനിക്കതിൽ ഭാഗമാകാൻ സമയം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് മാത്രം. പക്ഷെ അങ്ങനെയുള്ള ഒരു കാലത്ത് കാര്യമായി റമദാനിലേക്ക് പ്രവേശിക്കാൻ നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് നമ്മുടെ വെയിറ്റ് ഒന്ന് കുറക്കാൻ പറ്റുക, എങ്ങനെയാണ് ഷുഗർ ഒന്ന് കുറക്കാൻ പറ്റുക, എങ്ങനെയാണ് നമ്മുടെ ഫാറ്റി ലിവറിന് പരിഹാരം കാണാൻ കഴിയുക. അപ്പൊ ഇങ്ങനെയുള്ള ആലോചനകളാണ്, അത്തരം വീഡിയോകൾക്കാണ് വല്ലാത്ത റീച്ച് ഉള്ളത്. കഴിഞ്ഞ ഒരാഴ്ച നടന്ന ഒരു സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് വിലയിരുത്തി നോക്കിയാൽ കാണാൻ കഴിയുന്നത് ആ അർത്ഥത്തിൽ ഹെൽത്തി ടിപ്സുകളെ കുറിച്ച് വർത്തമാനങ്ങൾ പറയുന്ന വല്ലാത്ത അത്തരം വീഡിയോകൾക്കും റീൽസുകൾക്കും ഒക്കെയുള്ള റീച്ച് എന്ന് പറയുന്നത് വല്ലാത്ത അപാരമായ റീച്ചുകളാണ്. ഇതൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു ലോകത്താണ് ഞാൻ നിങ്ങളും റമദാൻ വിജയമാണ് എന്ന തലക്കെട്ട് പറയുന്നത്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അരമണിക്കൂർ മാത്രമാണ്. ഞാൻ വേഗത്തിൽ എന്റെ ആലോചനകൾ നിങ്ങളുമായി പങ്കുവച്ച് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനിൽ റമദാനുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ 6236 ആയത്തുകൾ പറയുന്ന ആകെ 4 ആയത്തുകൾ മാത്രമാണ് റമദാനിലെ നോമ്പിനെ കുറിച്ച് പറയുന്നത്. ആ ആയത്തുകളെ കുറിച്ച് നമ്മളൊന്ന് എത്ര തന്നെ ആലോചനകൾ നടത്തിയാലും എത്ര തന്നെ വിശകലനം നടത്തിയാലും ഒരുപക്ഷെ അതിന്റെ ആദ്യ ആയത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ തറഞ്ഞു നിൽക്കുന്നുണ്ടാവാം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അഥവാ ആത്യന്തികമായി റമദാനിന്റെ ലക്ഷ്യസാക്ഷാത്കാരം എന്ന് പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളതാണ്. അതേ സ്വഭാവത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനുമായി ബന്ധപ്പെട്ട പ്രതിപാദനങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് 4-ാമത്തെ വചനം 187-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും ലഅല്ലഹും യത്തഖൂൻ എന്നാണ്. അഥവാ തുടക്കവും ഒടുക്കവും തഖ്വയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ കുറിച്ച് സംസാരം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ ആയത്തുകൾക്കിടയിലുള്ള പ്രതിപാദനങ്ങളായ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ള ചില പ്രതിപാദനങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ
എന്താണ് റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന വിജയം എന്ന് നമുക്ക് വല്ലാത്ത സുന്ദരമായ രീതിയിൽ ബോധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അർത്ഥത്തിൽ ചില നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കൽ മാത്രമാണ് ഈ ഒരു സമയം എനിക്ക് നടത്താനുള്ളത്. ഒന്നാമത് നമ്മൾ പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ എന്നതാണ് ഈ റമദാനിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്നല്ല, ആ തഖ്വയുള്ളവരാണ് നാളെ വിജയം വരിച്ചവരെന്നത് അള്ളാഹുവിന്റെ തന്നെ സാക്ഷ്യപ്പെടുത്തലാണ്. ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറയുന്നത് ആ മുത്തഖികളെ കുറിച്ചാണ്. ആ മുത്തഖികൾ ആരാണെന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ പലയിടത്തായി പറയുന്നത് മറുപടി എന്ന് പറയുന്നത് വിശ്വാസപരമായും ആരാധനകളിലും സ്വഭാവതലങ്ങളിലും ഇടപാടുകളിലും വ്യവഹാരങ്ങളിലും സ്വകാര്യതകളിലും പരസ്യങ്ങളിലും ഓൺലൈനുകളിലും ഓഫ്ലൈനുകളിലും ജീവിതത്തിന്റെ ഓരോ മില്ലി സെക്കൻഡുകളിലും അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ ഭയന്നുകൊണ്ട് അള്ളാഹു മുമ്പിൽ കീഴ്പ്പെടാൻ സന്നദ്ധമാകുന്ന ഒരു മാനസികമായ അവസ്ഥയാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വ നേടിയെടുക്കുക എന്നതാണ് ഈ റമദാനിന്റെ ആത്യന്തികമായ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ആ ലക്ഷ്യസാക്ഷാത്കാരത്തിൽ റമദാനിന് സാക്ഷികളാകുന്ന ഓരോ വിശ്വാസിയും എത്രത്തോളം അതിന് സാധിക്കുന്നു എന്ന ഒരു പരീക്ഷണം തന്നെയാണ് യഥാർത്ഥത്തിൽ റമദാനിൽ നടക്കേണ്ടതായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മേൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലാഹു നടത്തിയുള്ള പ്രതിപാദനം യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു. അല്ലയോ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹൽ മുഅ്മിനൂൻ എന്ന് പറയാതെ കണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്നത് എന്ന് ചോദ്യത്തിന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശകലനം നടത്തുന്നുണ്ട്. അതിനൊരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, യാ അയ്യുഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നലെ മുഅ്മിനുകളായിരുന്നു, നിങ്ങൾ ഇന്ന് മുഅ്മിനുകളാണ്, നിങ്ങൾ നാളെ മുഅ്മിനുകളാണ് എന്നാണ്. എന്നാൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നലെ മുഅ്മിനുകളാണ്, പക്ഷെ ഇന്ന് നിങ്ങൾ മുഅ്മിനുകളാണോ, നാളെയും നിങ്ങൾ മുഅ്മിനുകളായിരിക്കുമോ എന്ന ഒരു ചോദ്യം യാ അയ്യുഹല്ലദീന ആമനു എന്ന ചോദ്യത്തിൽ ഉണ്ട് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു അഭിസംബോധനയുള്ളത്. അങ്ങനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ലഅല്ലക്കും തത്തഖൂൻ എന്നതാണ്. അപ്പോൾ തഖ്വ നേടിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഈ റമദാനിന്റെ ലക്ഷ്യമായി നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചുറ്റുപാടുമുള്ളൊരു ലോകാന്തരീക്ഷം, സാമൂഹികാന്തരീക്ഷം ബൗദ്ധികതയിൽ ഭ്രമിച്ചുകൊണ്ട് ബൗദ്ധികത മാനദണ്ഡങ്ങൾ കൊണ്ട് മാത്രം ജീവിതത്തിന്റെ ജയപരാജയങ്ങൾ അളക്കുന്ന ഭൗതിക ലോകത്ത് എന്തെല്ലാം പ്രകടിപ്പിക്കാൻ കഴിയുന്നുവോ ആ പ്രകടനങ്ങളാണ് ഒരു ജീവിതത്തിന്റെ വിജയമെന്ന് കരുതുന്ന, അതൊരു ജീവിതധാരയായി, അതൊരു സിദ്ധാന്തമായി, അഖീദയായി കൊണ്ട് നടക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ തഖ്വയെ കുറിച്ച് തഖ്വ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ റമദാനിലേക്ക് നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ റമദാനിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും ആ തഖ്വയെ കുറിച്ച് നമ്മൾ ചില ആലോചന നടത്തേണ്ടതായി വരും. സൂറത്ത് മാഇദയിൽ 100ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വർത്തമാനമുണ്ട്. റസൂലെ താങ്കൾ പ്രഖ്യാപിക്കണം, ലാ യസ്തവിൽ ഖബീസ് വത്തയ്യിബ്, ഒരിക്കലും തന്നെ മ്ലേച്ഛതകളും അല്ലെങ്കിൽ നല്ലതായ ഉത്തമമായ കാര്യങ്ങളും ഒരിക്കലും സമമാവുകയില്ല. മ്ലേച്ഛതകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അർത്ഥത്തിലുള്ള അധാർമികതകളും അനാശാസ്യങ്ങളും അശ്ലീലതകളും അധർമ്മങ്ങളും അസത്യങ്ങളും അതിൻ്റെതായ എല്ലാ തലങ്ങളും അതും അതിന് പകരമായി കാണുന്ന നന്മയും ഒരർത്ഥത്തിലും തുല്യമല്ല തന്നെ. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, ഈ കാണുന്ന തിന്മകളും മ്ലേച്ഛതകളും അലങ്കാരങ്ങളും അല്ലെങ്കിൽ ഇത്തരം സൗന്ദര്യ പ്രകടനങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾ മതിമറന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ശരി, അത്തരം നിങ്ങളെ മതിമറക്കുന്നതായ കാഴ്ചകളും അനുഭവങ്ങളും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ലോകത്തെ ഭൗതിക നേട്ടങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നതെങ്കിലും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും ഒരിക്കലും തുല്യമല്ല, ധർമ്മവും അധർമ്മവും ഒരിക്കലും തുല്യമല്ല, ശ്ലീലവും അശ്ലീലവും ഒരിക്കലും തുല്യമല്ല, ഒരിക്കലും തന്നെ ഫാഹിഷത്തും അതിന് വിപരീതമായി വരുന്ന നന്മകളും ഒരിക്കലും തുല്യമല്ല. എന്നിട്ടുള്ള പറയാണ് ഫത്തഖുല്ലാഹ്, തീർച്ചയായും നിങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്ന, നിങ്ങൾ മതിമറന്നു പോകുന്ന അശ്ലീലതകളുടെയും അനാചാരങ്ങളുടെയും അനാശാസ്യങ്ങളുടെയും പ്രകടനങ്ങളുടെയും ഒക്കെ ഉള്ളൊരു ലോകത്ത് നിങ്ങൾക്ക് ആയുധമായി മാറേണ്ടതാണെന്ന് ചോദിച്ചാൽ ഫത്തഖുല്ലാഹ്, തഖ്വയായിരിക്കുക എന്നതാണ്. ആ തഖ്വ, അത്തരം ഒരു തഖ്വയുടെ പരിശീലനമായിട്ടാണ് റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ താല്പര്യം എന്താണ്? വിശുദ്ധ റമദാനിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ വിജയികളായി തീരാനുള്ള ഏതൊരു തലത്തിലും ഭൗതിക ലോകത്ത് പോലും ഒരാൾ വിജയിയായി മാറണമെങ്കിൽ അതിനനിവാര്യമാകുന്ന ഒരു തലം എന്ന് പറഞ്ഞാൽ
തന്റെ വിജയപാതയിൽ തടസ്സമായി മാറിയേക്കുന്ന പ്രലോഭനങ്ങൾക്കുമെതിരെ നോ പറയാനുള്ള ഒരു കഴിവ് ഒരു വിശ്വാസി എന്ന ഒരു മനുഷ്യനകത്ത് നേടിയെടുക്കുക എന്നുള്ളതാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അത് ഭൗതിക ലോകത്തും അങ്ങനെ തന്നെയാണ്. നമ്മൾ വലിയ വലിയ ബോളിവുഡ് സ്റ്റാർസിനെയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ പറയുന്നത് ദിവസം ഞങ്ങൾ ഒരു 3 മണിക്കൂറാണ് ഉറങ്ങാറുള്ളത്, 4 മണിക്കൂറാണ് ഉറങ്ങാറ്. കാരണം എന്താണ്? തഹജ്ജുദ് സ്കെച്ചിട്ടൊന്നല്ല അവരുടെ സമയം കളയുന്നത്, മറിച്ച് തങ്ങളുടെ കരിയറിൽ നിലനിൽക്കാൻ വേണ്ടി ഉറക്കമൊഴിച്ച് അധ്വാനിച്ച് വർക്കൗട്ട് ചെയ്ത് തങ്ങളുടെ ശരീര സൗന്ദര്യമാണ് തങ്ങളുടെ ഈ കച്ചവട മൂല്യം അല്ലെങ്കിൽ വസ്തു എന്ന അർത്ഥത്തിൽ അതിനെ സംരക്ഷിക്കാൻ വല്ലാതെ പണിപ്പെടുന്ന ഒരു ജീവിതം അവർ നയിക്കുകയാണ്. അവിടെയാണ് ആത്മീയമായ ലോകത്തെ മുന്നിൽ കണ്ട് വരാനിരിക്കുന്ന ഒരു ലോകത്തെ വിജയം കാണിക്കുന്ന ഒരു വിശ്വാസ സംബന്ധത്തോളം അവർക്ക് ഈ ലോകത്ത് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ലോകത്തിന് തടസ്സമായേക്കാവുന്ന അതിന്റെ പരാജയത്തിന് കാരണമായേക്കാവുന്ന എല്ലാ പ്രലോഭനങ്ങളോടും നോ പറയാനുള്ള, വേണ്ട എന്ന് പറയാനുള്ള, അതെനിക്ക് വെറുക്കപ്പെട്ടതാണെന്ന് പറയാൻ കഴിയുന്ന ഒരു പരിശീലനത്തെയാണ് യഥാർത്ഥത്തിൽ റമദാൻ നമുക്ക് നൽകുന്നത്. അതാണ് ഒന്നാമതായി റമദാൻ വിജയമാണ് എന്ന് പറയുന്നതിന്റെ താല്പര്യം. ഇന്നത്തെ കാലത്ത് നമ്മൾ വിശ്വസിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മെ പിടികൂടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു മാരക രോഗം എന്ന് പറയുന്നത് ഏത് സന്ദർഭങ്ങളോടും ഏത് സാഹചര്യങ്ങളോടും രാജിയായി പോകാൻ കഴിയുമാറുള്ള ഒരവസ്ഥ. അതിനോടെല്ലാം ഒരിക്കലും തന്നെ നോ പറയാൻ കഴിയാതെ അതിന്റെ ഭാഗമായി മാറാൻ പോകുന്ന അവസ്ഥ വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ട്രെയിനിൽ ആരുടെയൊക്കെ ഏതോ അന്യരായ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആര് തന്നെയാകട്ടെ അവരോടൊപ്പം യാത്ര ചെയ്യാനും ഏതോ ഒരു പ്രദേശത്ത് പോയി അന്തമില്ലാതെ തലപ്പില്ലാത്ത തെങ്ങുമക്കേറിയ പോലെ അവിടെ പോയി അന്തം വിട്ടു നിൽക്കുന്ന ലോകത്ത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്വകാര്യ ജീവിതങ്ങളിലുമൊക്കെ ഇസ്ലാം വിലക്കിയതായിട്ടുള്ള എല്ലാ അധാർമികതകളും സ്വകാര്യങ്ങളായി തന്നെ കൊണ്ടു നടക്കുന്ന ഒരു പ്രവണത നമ്മുടെ പോലും ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അവിടെയാണ് ലഅല്ലക്കും തത്തഖൂൻ എന്ന മുദ്രാവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് റമദാൻ വിജയമാണ് എന്ന തലക്കെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതിപാദനം എന്ന് പറഞ്ഞാൽ അത് അല്പം മുന്നോട്ട് പോകുമ്പോൾ ആയത്തുകൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നതാണ്. പലപ്പോഴും നമ്മളത് റമദാനൊക്കെ കഴിഞ്ഞ് ഈദുൽ ഫിത്തറിന്റെ സന്ദർഭങ്ങളിലാണ് ഈ വചനത്തെ ധാരാളമായിട്ട് ഓർക്കാറുള്ളത്. ഞാൻ പറയട്ടെ, റമദാനുകൾ കഴിയുന്നതിന് മുമ്പേ ഈ ദിനങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം റമദാനിന്റെ താല്പര്യമായിക്കൊണ്ട് അല്ലാഹു പറയുന്നത് എന്നാണ്. മഹാന്മാരായ മുഫസ്സിറുകൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, റമദാനിന്റെ നോമ്പുകളെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ ഒന്നാമതായി അള്ളാഹു നടത്തിയൊരു പ്രയോഗമാണ് അയ്യാമം മഅദൂദ എന്ന് പറയുന്നത്. എണ്ണിക്കണക്കാക്കപ്പെട്ട ജീവിത ദിനങ്ങളാണത്. നോമ്പെന്ന് പറഞ്ഞാൽ എണ്ണിക്കണക്കാക്കപ്പെട്ടുള്ള ദിനരാത്രങ്ങളാണുള്ളത്. ആ ദിനരാത്രങ്ങളെ നിങ്ങൾ ആ ദിനരാത്രങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കട്ടെ എന്ന് പറയുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജീവിതത്തെ കുറിച്ചൊരു ചിത്രമാണ്. ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ ജനനം മുതൽ മരണം വരെ എണ്ണിക്കണക്കാക്കാൻ കഴിയുന്ന ഏതാനും നിമിഷങ്ങളുടെ പേരാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തെ ഏതോരർത്ഥത്തിൽ ആസ്വാദനങ്ങളുടെയും ആഘോഷങ്ങളുടെയും കഴിഞ്ഞുകൂടുക എന്നതല്ല ഒരു വിശ്വാസ സമൂഹത്തോളം നിങ്ങൾക്ക് അനുവദനീയമാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർന്നിട്ടുള്ളത്. മറിച്ച് എണ്ണിച്ചുത്ത അപ്പം കണക്കെ കൃത്യതയോടുകൂടി ഓരോ ദിനരാത്രങ്ങൾക്കും ഓരോ മണിക്കൂറുകൾക്കും ഓരോ നിമിഷങ്ങൾക്കും മറുപടി പറയാനുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ഈ ദിനരാത്രങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക, ജീവിതമാകുന്ന ദിനരാത്രങ്ങളെ. അതിനെക്കുറിച്ചാണ് അല്ലാഹു പറയുന്നത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ജീവിതത്തെയും മരണത്തെയും, അള്ളാഹു മരണത്തെയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരുപക്ഷെ നമുക്ക് മരണമൊന്ന് ബോധ്യമാകാത്തത് കൊണ്ടായിരിക്കണം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അല്ലദീ ഖലഖൽ ഹയാത വൽ മൗത എന്നതാണ് യാഥാർത്ഥ്യമെങ്കിൽ പോലും അള്ളാഹു പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ എന്നാണ്. കാരണം എന്താ? ഹയാത്തിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഈ ഹയാത്ത് എന്നൊന്നും നിലനിൽക്കുന്നതാണെന്ന ബോധതലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അള്ളാഹു പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനായ നാഥൻ. അഥവാ ജനനം മുതൽ തുടങ്ങി മരണമാകുന്ന നിമിഷം കൊണ്ട് അവസാനിക്കുന്ന ദിനരാത്രങ്ങളോ നിമിഷങ്ങളോ മാത്രമാകുന്ന ജീവിതത്തെക്കുറിച്ച്
കൃത്യതയോടുകൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന പരിശീലനമാണ് ഈ റമദാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. വീണ്ടും അവർ പറയുന്നത് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ഈ റമദാനിന്റെ താല്പര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ റമദാൻ നമുക്ക് വിജയകരമായി തീരണമെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന മറ്റൊരു ലക്ഷ്യമാണ് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് നിങ്ങൾ അല്ലാഹുവിനെ പ്രകീർത്തിക്കാൻ, അവന് നിങ്ങൾ തക്ബീർ ചെയ്യാൻ. തക്ബീർ എന്ന് പറയുമ്പോൾ പെരുന്നാൾ ദിനത്തിൽ ഉച്ചരിക്കുന്ന ആ തക്ബീർ ധ്വനികളുടെ പേരിന്റെ അല്ലെങ്കിൽ അതിന് മാത്രം പറയുന്ന പേരല്ല, മറിച്ച് തക്ബീർ എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ തന്നെ സാക്ഷ്യമായിട്ടാണ് ഇസ്ലാമിൽ കാണുക. അതെന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് മറ്റെല്ലാ താല്പര്യങ്ങളെക്കാളും മുൻഗണന നൽകപ്പെടുന്ന ഒരു ജീവിതാവസ്ഥയാണ് തക്ബീർ എന്ന് പറയുക. റമദാനിലൂടെ അള്ളാഹു സുബ്ഹാനഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു പരിശീലനം അതായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് അതിന് വിധേയമായി ഒരു തുള്ളി വെള്ളത്തിന്റെ ഒരു അംശം പോലും എന്റെ വയറിലേക്ക് ഇറങ്ങരുത് എന്ന ബോധ്യത്തോടുകൂടി ഉളുവെടുത്ത് തുപ്പി തുപ്പി നമ്മൾ ആ ഉമിനീര് പോലും വറ്റിച്ചു കളയുന്ന സൂക്ഷ്മത ഉണ്ടല്ലോ. കാരണം എന്താണ്? ആ ഉമിനീരിന്റെ ഒരു അംശം അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ ഒരു അംശത്തിന് എന്റെ റബ്ബിന്റെ തൃപ്തിയേക്കാൾ അതിന് കനം കൂടരുത്, കാരണം അതിന്റെ ഉള്ളിലേക്ക് അകപ്പെട്ടു പോകരുത് എന്ന ജാഗ്രതയാണ്. അവിടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് ഞാൻ മുൻഗണന നൽകുന്നവനാണെന്ന പ്രഖ്യാപനത്തെയാണ് എന്ന് അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ റമദാനിനെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് റമദാൻ വിജയകരമായി തീരുക തന്നെ ചെയ്യും എന്നാണ്. വീണ്ടും അള്ളാഹു പറയുന്നത് വലഅല്ലകും തശ്കുറൂൻ എന്നാണ്. നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ. റമദാൻ നമുക്ക് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്. അതേസമയം റമദാനെ കുറിച്ച് അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരാൻ എന്നുള്ളതാണ്. കാരണം എന്താണ്? ഒരുപക്ഷെ നമ്മൾ ചുറ്റുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലോക ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടപ്പിറപ്പുകൾ പോലും കൂടപ്പിറപ്പുകളാൽ അറുകൊല ചെയ്യപ്പെടേണ്ടി വരുന്ന, സ്വന്തം ജന്മം നൽകിയ മാതാവിനെ പോലും കഠാര കൊണ്ടോ അല്ലെങ്കിൽ കോടാലി കൊണ്ടോ അതല്ലെങ്കിൽ ഹാമർ കൊണ്ടൊക്കെ തലയോട്ടി പൊട്ടിച്ച് കൊല ചെയ്യാൻ പാകത്തിലുള്ള മക്കൾ വളരുന്ന ഒരു ലോകത്ത്, മക്കളില്ല എന്നതിന്റെ പേര് ദുഃഖിക്കുന്നതിനേക്കാൾ കൂടുതൽ മക്കൾ ഉണ്ടായതിന്റെ പേര് ദുഃഖിക്കുന്ന ഒരു ലോകത്ത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നെഞ്ച് കൈവച്ചുകൊണ്ട് പറയാൻ കഴിയും, അള്ളാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഏതോ അർത്ഥത്തിൽ ഞങ്ങൾ ഭാഗമായതിന് പേരിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ടല്ലോ, ഞങ്ങളുടെ വീടുകളിൽ കാണുന്ന ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടല്ലോ. പടച്ചവനെ ലഅല്ലകും തശ്കുറൂൻ, ആ മാർഗദർശനത്തിന് ഞങ്ങൾ നിന്നോട് കടപ്പെട്ടവരാണ്, അതിന് ഞങ്ങൾ നന്ദി കാണിക്കുന്നവരാണ്. ആ നന്ദി കാണിക്കുന്ന രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്നതാണ്. ആ മാർഗത്തിന് വിരുദ്ധമായ ഒരു ജീവിത സരണി എന്റെ വ്യക്തി ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ എന്റെ സാമൂഹിക സാമ്പത്തിക സ്വകാര്യതകളിലോ ഇല്ല എന്ന് ഉറപ്പുവരുത്തലാണ് ലഅല്ലകും തശ്കുറൂൻ എന്ന് പറയുന്നതിന്റെ താല്പര്യം. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. റമദാൻ വിജയമായി മാറുന്നതിന്റെ ഏറ്റവും പ്രധാനമാകുന്ന മറ്റൊരു തലം സഹോദരങ്ങളുടെ ഖുർആൻ ദർസിൽ സൂചിപ്പിച്ചൊരു വചനമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ റമദാനിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ള പ്രതിപാദനങ്ങൾ അടങ്ങുന്ന 4 വചനങ്ങൾ, ആ 4 വചനങ്ങൾക്കിടയിൽ ഒരു വചനമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഈ വചനമായിരുന്നു. അതിന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, റമദാൻ എന്ന് പറയുന്നത്, നോമ്പെന്ന് പറയുന്നത് അള്ളാഹുവിനോടൊപ്പം നമുക്ക് സഹവസിക്കാനുള്ള ഏറ്റവും സുന്ദരമായ മാർഗമാണ്. സാധാരണ സൗം എന്ന് പറഞ്ഞാൽ നോമ്പ് എന്നാണ് നമ്മളതിന് മലയാളത്തിൽ അർത്ഥം പറയാറുള്ളത്. അതിന് ശരിയായ മലയാള താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉപവാസം എന്നാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ സഹവാസം എന്നാണ് അർത്ഥം. എന്താണ് സഹവാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടൊപ്പമുള്ള സഹവാസം എന്നാണ് അർത്ഥം. അള്ളാഹുവിനോട് എങ്ങനെയാണ് സഹവസിക്കാൻ ചോദിച്ചാൽ 2 മാർഗമാണ് നമുക്കുള്ളത്. അതിലൊന്ന് നമുക്ക് വിശുദ്ധ ഖുർആനാണ്, 2 ദുആയാണ്. ഒന്ന് ദുആയാണ്, മറ്റൊന്ന് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനാണ് റമളാനിന്റെ ആകത്തുക എങ്കിൽ ആ റമളാനിൽ അള്ളാഹുവിനോടൊപ്പം നിങ്ങൾക്ക് സഹവസിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് അള്ളാഹുവിനോടുള്ള ദുആ എന്ന് പറയുന്നത്. എല്ലാ ഇബാദത്തുകളുടെയും ക്രക്സ് എന്ന് പറയുന്നത്, അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ദുആയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് അല്ലാഹുവിന്റെ ദൂതൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റമളാനിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ആകെ പറയുന്ന 4 ആയത്തുകൾക്കിടയിൽ
അള്ളാഹു ഒരു ആയത്തായി വെച്ചിരിക്കുന്നത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ എന്നാണ്. എന്റെ ദാസൻ, അതിന്റെ വിശദീകരണങ്ങൾ ഇവിടെ വന്നു. ആ വിശദീകരണത്തിൽ പലപ്പോഴും നമ്മൾ പോലും വിട്ടുപോകുന്ന മറ്റൊരു തലമുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, എന്നോട് തേടുന്നവർക്ക് ഞാൻ ഉത്തരം നൽകും എന്നതാണ് എന്റെ നടപടിക്രമം. ആയതിനാൽ എന്നാണ് എന്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഞാൻ നൽകണമെങ്കിൽ ഒന്നാമതായി നിങ്ങൾ എനിക്ക് മറുപടി നൽകുക എന്ന ഒരു പ്രഖ്യാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല വചനത്തിൽ നടത്തിയിട്ടുണ്ട്. റമളാൻ നമുക്ക് നൽകുന്ന പരിശീലനം അത് തന്നെയാണ്. അള്ളാഹുവിന്റെ വിളിക്ക്, അള്ളാഹുവിന്റെ ക്ഷണത്തിന് നമ്മൾ മറുപടി പറയുന്നു എന്നതാണ് റമളാനിന്റെ ഏറ്റവും വലിയൊരു താല്പര്യം എന്ന് പറയുന്നത്. അള്ളാഹു എപ്പോഴെല്ലാം വിളിക്കുന്നുവോ അപ്പോഴെല്ലാം ആ വിളിക്കുത്തരം നൽകാൻ സന്നദ്ധരാണ് നാഥ ഞാൻ എന്ന പ്രഖ്യാപനത്തിലുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ റമളാൻ എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചവരെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അല്ലാഹു പറയുന്നുണ്ടല്ലോ, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനും അവന്റെ ദൂതനും നിങ്ങൾ ഉത്തരം നൽകണം. ഇദാ ദഅാകും, അവർ നിങ്ങളെ വിളിക്കുമ്പോൾ, ലിമാ യുഹ്യീകും, വിജയത്തിലേക്ക് നയിക്കുന്ന, ജീവിക്കാൻ വേണ്ടി എന്നവണ്ണം നിങ്ങൾ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അതിന് മറുപടി പറയണം എന്നാണ്. പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്, നമ്മുടെ ഈമാനും നമ്മുടെ ആരാധനകളും നമ്മുടെ ദിക്റുകളും നമ്മുടെ മന്ത്രങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ അത് വാക്കുകളിൽ മാത്രം, ചടങ്ങുകളിൽ മാത്രം അവശേഷിച്ചു പോകുന്നു എന്നതാണ്. അല്ലെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന പോലെ നമുക്ക് സംഭവിച്ചു പോയൊരു ദുരന്തം എന്ന് പറയുന്നത് അസ്ബഹത്തിൽ ഇബാദാത്തു ആദാത്ത് എന്നതാണ്. ഇബാദത്തുകളെല്ലാം ആദത്തുകളായി മാറിപ്പോയി എന്നൊരു തലത്തിൽ നമ്മൾ എത്തിപ്പോവുകയാണ്. അങ്ങനെ ആദത്തായി പോയാൽ എന്താണ് സംഭവിക്കുക? നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്ന പോലെ, മലമൂത്ര വിസർജന ചെയ്യുന്ന പോലെ, കുടിക്കുന്ന പോലെ, വാഹനം ഓടിക്കുന്ന പോലെ നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകുന്ന ചടങ്ങുകളായി മാറുന്നു നമ്മുടെ ഇബാദത്തുകളും എന്നതാണ്. അവിടെയാണ് അള്ളാഹു പറയുന്നത്, അല്ല, നിങ്ങളുടെ മനസ്സിൽ തട്ടുന്നതായ ഇബാദത്തുകൾ, നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഉയരുന്നതായ നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഉയരുന്നതായ നിങ്ങളുടെ ദിക്റുകൾ. ചിലപ്പോഴൊക്കെ തോന്നിപ്പോകാറുണ്ട്, നമ്മളിങ്ങനെ പല സന്ദർഭങ്ങളും സ്റ്റാറ്റസുകളൊക്കെ ഇടാറുണ്ട്. യഹ്യാ സിൻവാർ ഷഹീദാകുമ്പോ സ്റ്റാറ്റസ് ഇടുന്ന ഞാൻ ആലോചിക്കുന്നില്ല, സുബഹി ഇന്ന് ഞാൻ ജമാഅത്തായിട്ടാണ് നമസ്കരിച്ചെന്ന് ആലോചിക്കാറില്ല. ഞാൻ ചിലപ്പോഴും ആലോചിക്കാറില്ല. സ്റ്റാറ്റസുകൾ പലപ്പോഴും കാണുമ്പോൾ പണ്ട് നമ്മള് മറ്റു പലരെയും എന്താ പറയാ പരിഹസിക്കാറുണ്ടായിരുന്നു. നബിദിന റാലിയിൽ ഒന്നാമത്തെ സ്വപ്പിലുണ്ടാകുന്ന ആളുകൾ പലപ്പോഴും ഒന്നാമത്തെ സ്വപ്പില്ല, പള്ളിയിൽ പോലും അന്ന് സുബീക്ക് പോയിട്ടുണ്ടാവില്ല, സുബീ പോലും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. അവിടെയാണ് നബിദിന റാലിയിൽ ഒന്നാമത് നിൽക്കുന്നവരെന്ന് പറയുന്നത്. നമ്മളിൽ തന്നെ പലപ്പോഴും യഹ്യാ സിൻവാറും ഹാലും അല്ലെങ്കിൽ അതുപോലുള്ള അഹമ്മദ് യാസീനും ഒക്കെ രക്തസാക്ഷികളാകുമ്പോൾ ആ രക്തസാക്ഷിത്വത്തിന് സ്റ്റാറ്റസ് വെക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ അന്ന് സുബ്ഹ് നമസ്കരിച്ചവരാണോ, അള്ളാഹുവിന്റെ ഭവനത്തിൽ നമസ്കരിച്ചവരാണോ, ഹൃദയ സാന്നിധ്യം കൊണ്ട് നമസ്കരിച്ചവരാണോ എന്ന് ചോദിക്കാതെ, അല്ലെങ്കിൽ എന്ന സാക്ഷ്യപ്പെടുത്തലില്ലാതെ അത്തരം പ്രകടനങ്ങളിൽ മാത്രം നമ്മുടെ പ്രകടനങ്ങളും ഈമാനും നമ്മുടെ ഇസ്ലാമും ഒക്കെ അവശേഷിക്കുന്നുണ്ടോ എന്ന ആലോചന കൂടെ ഈ റമളാനിൽ നടത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും ഈ റമളാൻ നമുക്ക് വിജയകരമായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷദൂൻ. അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ, റമളാനുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ സമാപനം കുറിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്, തിൽക ഹുദൂദുല്ലാഹ് കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. ഇത് അല്ലാഹുവിന്റെ പരിധികളാണ്. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച പരിധികൾ എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗന്ദര്യമായി മാറുന്നു എന്നുള്ളതാണ്. സാധാരണ പറയുന്നത് പോലെ വളയമില്ലാതെ ചാടുക എന്നതല്ല സൗന്ദര്യം, മറിച്ച് വളയത്തിനുള്ളിലൂടെ ചാടുക എന്നതാണ് അതിന്റെ സൗന്ദര്യമായിട്ടുള്ളത്. എന്നതുപോലെ ജീവിതത്തിൽ നിയന്ത്രണങ്ങളില്ലാതെ അല്ലെങ്കിൽ ജീവിതത്തിൽ പരിധികളില്ലാതെ എല്ലാം ആസ്വദിക്കുന്ന, എല്ലാം അനുഭവിക്കുന്ന, മൃഗതുല്യമായി ജീവിക്കുന്ന, അതിനേക്കാൾ അപ്പുറം കല്ലൻആം ബൽഹും അളൽ, മൃഗങ്ങൾ പോലും അനുഷ്ഠിക്കാത്തതായ വികൃതങ്ങൾക്ക്, വൈകൃതങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയുടെ പേരല്ല ആനന്ദം എന്ന് പറയുന്നത്, മറിച്ച് അള്ളാഹു നിശ്ചയിച്ചതായ പരിധികൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെയാണ് യഥാർത്ഥത്തിൽ സൗന്ദര്യമായി നമുക്ക് കാണാൻ കഴിയേണ്ടത്. അതിനുള്ള പരിശീലനമാണ് റമളാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ തഖ്വയിലേക്ക് നടന്നെടുക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ഈ റമളാൻ നമുക്ക് വിജയമാണ്. ആ വിജയമായി മാറുന്നതിന് മാർഗദർശനമാകുന്ന വിശുദ്ധ ഖുർആനാണ് നമുക്കതിന് മാർഗദർശനമായിട്ടുള്ളത്. ആ മാർഗദർശനം അനുസരിച്ച് ജീവിക്കാനും ആ ജീവിതത്തിന് നന്ദി പറയാനും അള്ളാഹുവിലേക്ക് ധാരാളമായി
ഒരിക്കലും മടുപ്പില്ലാത്ത വണ്ണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ഒരിക്കലും തന്നെ അല്ലാഹുവിനോട് ചോദിക്കുന്നതിൽ നിങ്ങൾ മടുപ്പ് കാണിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും തന്നെ അല്ലാഹുവിനെ തിരസ്കരിക്കുകയില്ല, നിങ്ങൾ പ്രാർത്ഥനയിൽ നിരാശരാകുന്നത് വരെ എന്ന് അല്ലാഹുവിന്റെ ദൂതൻ പഠിപ്പിക്കുന്നുണ്ട്. അർത്ഥത്തിൽ നിരന്തരമായി അല്ലാഹുവിനോട് തേടാൻ, ജീവിതത്തിലുള്ള കുറവുകളും പോരായ്മകളും പരിഹരിക്കാൻ, വന്നുപോയിട്ടുള്ള പാകപ്പിഴവുകളെല്ലാം കഴുകിക്കളയാൻ അതിനുള്ളൊരു സുവർണാവസരമാണ് റമളാൻ. അങ്ങനെ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് വിധി പറഞ്ഞിട്ടുള്ള വിജയികളിൽ നാം നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്ന നമ്മുടെ കർമ്മങ്ങൾ, നാം ഏറ്റെടുക്കുന്ന അനുഷ്ഠിക്കുന്ന നോമ്പുകൾ, നമസ്കരിക്കുന്ന തറാവീഹുകൾ, മറ്റു സുന്നത്തായ കർമ്മങ്ങളെല്ലാം കുറവുകളെല്ലാം പരിഹരിച്ച് 10 മടങ്ങ് ഇരട്ടിയായി പ്രതിഫലങ്ങൾ നൽകി നാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഈ ദിനരാത്രങ്ങളുടെ നിമിഷങ്ങളിൽ, രാത്രികളിൽ, അന്ത്യയാമങ്ങളിൽ നമ്മൾ അല്ലാഹുവോട് മാത്രം പങ്കുവെക്കുന്നവരാണ്. പടച്ചവനെ, ഞങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നീ ലഘൂകരിച്ചതെന്നാഥ. ഞങ്ങളുടെ വേദനകളെല്ലാം ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നവൻ നീയാണ്. അവിടങ്ങളിൽ ഏറ്റവും സുന്ദരമായ പരിഹാരങ്ങൾ നൽകി ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാ. പടച്ചവനെ, രോഗങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങളോടൊപ്പമുണ്ട്. നിത്യരോഗികളായ ധാരാളം ആളുകൾ ഞങ്ങളോടൊപ്പമുണ്ട്. അതിനേക്കാളപ്പുറം ഞങ്ങളുടെ വീടുകളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്. നാഥ, അവർക്കും ഞങ്ങൾക്കൊക്കെയും നിന്നുള്ള ശിക്ഷയും ശമനവും നൽകി അനുഗ്രഹിക്കണം. നാഥ, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തികവും കുടുംബപരവും മാനസികവും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ പ്രയാസങ്ങളെല്ലാം പടച്ചവനെ ഞങ്ങൾ നിന്നോട് മാത്രം പങ്കുവെക്കുന്നവരാണ്. പടച്ചവൻ അവിടങ്ങളിലൊക്കെ നിന്നുള്ള ആശ്വാസവും സമാധാനവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന നാഥ. പടച്ചവനെ, നാളെ സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽ നീ വിശേഷിച്ചതുപോലെ ജന്നാത്തു അദ്ൻ, ശാശ്വതമായ സ്വർഗം, യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം, ആ സ്വർഗത്തിലേക്ക് മക്കളും ഇണകളും തുണകളും കൂടപ്പുറപ്പുകളും ഒക്കെയായി പ്രവേശിക്കുന്ന സ്വർഗത്തിന്റെ അവകാശികളായി ഞങ്ങളെ നീ സ്വീകരിക്കണം നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه وسلم وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.